വെൽക്കം ബാക്ക് ടു സാന്ദ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമ്മൾ ഒരു ഹാൻഡ് വർക്കാണ് നോക്കുന്നത്. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു ഹാൻഡ് വർക്കാണ്. അപ്പോൾ ഞാൻ എടുത്തേക്കുന്നത് ജോർജറ്റ് മെറ്റീരിയലാണ് കേട്ടോ. ഒരു ഷോർട്ട് സ്ലിറ്റഡ് ടോപ്പ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് നെക്ക് എങ്ങനെ മാർക്ക് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു പേപ്പർ എടുത്തിട്ടുണ്ട്. എല്ലാവർക്കും ഡൗട്ട് നെക്ക് മാർക്ക് ചെയ്യുന്നതിലാണ് കേട്ടോ. അപ്പോൾ നമുക്കൊരു പേപ്പറിൽ കട്ട് ചെയ്യാം. നെക്കിൻ്റെ വിഡ്ത്ത് കൊടുക്കുന്നത് 3.5 ഇറക്കം കൊടുക്കുന്നത് 5. ഞാൻ അധികം ഇറക്കുന്നില്ല. എന്നിട്ടൊരു ബോക്സാക്കി ക്രിയേറ്റ് ചെയ്തെടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഒരു റൗണ്ട് നെക്ക് കൊടുക്കുന്നതേ ഉള്ളൂ. ഓക്കെ. പിന്നെ നമ്മുടെ ഷോൾഡറിൻ്റെ വീതി കൊടുക്കുന്നത് 2.5. എന്നിട്ട് നമുക്ക് ഫുൾ ഹാൻഡ് വർക്കിൻ്റെ ഇറക്കം ഞാൻ കൊടുക്കുന്നത് 14 കേട്ടോ. 14.5 കൊടുക്കുന്നുണ്ട്. 14 ഇപ്പോൾ എടുത്തേക്കുന്നത്. എന്നിട്ട് അതും ഒരു ബോക്സാക്കി എടുത്തേക്കുവാണ്. അപ്പോൾ ഈ നെക്കിന് അകത്ത്, ഈ ബോക്സിനകത്താണ് നമ്മുടെ ഹാൻഡ് വർക്ക് ഫില്ലായിട്ട് നിൽക്കാൻ പോകുന്നത്. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുവാണ് കേട്ടോ. പേപ്പർ ഇതാ ക്ലിപ്പൂടെ കട്ട് ചെയ്ത് മാറ്റുന്നുണ്ടേ. ഇതാ ഈ ഒരു പേപ്പറിൻ്റെ ഫുള്ള് നമ്മൾ ഹാൻഡ് വർക്ക് നിൽക്കും. എന്നിട്ട് ഞാൻ ജസ്റ്റ് ഒന്ന് ഔട്ട്ലൈൻ ചെയ്തെടുത്തേക്കുവാണ് എൻ്റെ ടോപ്പ്. എന്നിട്ട് ഇതാ ഫ്രെയിമിലൊക്കെ ഞാൻ ജോയിൻ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് തുണി. എന്നിട്ട് കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്തിട്ട് നെക്ക് ഒന്ന് വരച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ആ ഹാൻഡ് വർക്ക് നിൽക്കാൻ വേണ്ടിയിട്ടൊരു പേപ്പർ കട്ട് ചെയ്തെടുത്തില്ലേ, അതുകൂടെ അതേപോലെ ഞാൻ സെൻറ്ററിൽ വെച്ചിട്ട് കറക്റ്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതേപോലെ കറക്റ്റ് നമുക്ക് മാർക്ക് ചെയ്യാം. ഈ ഒരു ബോക്സിനകത്തിലാണ് നമ്മുടെ ഹാൻഡ് വർക്ക്. എന്നിട്ട് ഞാൻ സെൻറ്ററിൽ നിന്ന് 1/2 ഇഞ്ച് ഗ്യാപ്പിൽ ഇതേ രീതിയിൽ മാർക്ക് ചെയ്തെടുക്കുവാണ് കേട്ടോ. 1/2 ഇഞ്ച് ഗ്യാപ്പിലാണ് നമ്മൾ ആ ഹാൻഡ് വർക്ക് ഫുള്ള് ചെയ്ത് കൊടുക്കാൻ പോകുന്നത്. 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിരിക്കണം കേട്ടോ. വളഞ്ഞു പോകാൻ ചാൻസ് കൂടുതലാണ്. സ്ട്രെയിറ്റ് നമ്മൾ ഹാൻഡ് വർക്ക് ഇതേപോലെയുള്ള ഡിസൈൻസ് ചൂസ് ചെയ്യുമ്പോൾ വളഞ്ഞു പോയാൽ അത് കറക്റ്റായിട്ട് മനസ്സിലാവും കേട്ടോ. അതുകൊണ്ടാണ് കറക്റ്റ് നമ്മൾ 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴോട്ട് ലൈൻ വരച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇത്രയും തിക്കായിട്ട് ചെയ്യേണ്ടാത്തവർക്ക് 1 ഇഞ്ച് ഗ്യാപ്പൊക്കെ കൊടുക്കാം. എന്നിട്ട് ഇതാ ആൻറ്റിക്കിൻ്റെ ഷുഗർ ബീഡാണ് കേട്ടോ ഞാൻ യൂസ് ചെയ്തേക്കുന്നത്. ആരി വർക്ക് നീഡിൽ ത്രെഡ്, ഇതാ ഈ ത്രെഡാണ് ഞാൻ യൂസ് ചെയ്യുന്നത്. പിന്നെ താഴെ വർക്കിൻ്റെ താഴെ കൊടുക്കാൻ ഒരു വൈറ്റ് പേളൂടെ എടുത്തിട്ടുണ്ടേ. എന്നിട്ട് ഇതാ 2 ഷുഗർ ബീഡ്സ് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ഇട്ട് കൊടുക്കുവാണ് കേട്ടോ. നല്ല ആൻറ്റിക്കിൻ്റെ ബീഡാണ് കേട്ടോ. ഇതിൽ ഒരെണ്ണം പോലും എന്താ പറയുക, നമ്മുടെ ഈ സൂചിക്കകത്ത് കയറാത്ത ബീഡില്ല കേട്ടോ. ഇത് നല്ല എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ബീഡാണ് കേട്ടോ. നമ്മൾ ചില ഷുഗർ ബീഡ്സൊക്കെ വാങ്ങുമ്പോഴത്തേനും നമ്മുടെ ആരി വർക്ക് നീഡിലിനകത്തിൽ പോലും കയറില്ല. ഹോള് വളരെ ചെറുതായിരിക്കും. അങ്ങനെ കുറേ ബീഡ്സ് നമുക്ക് വേസ്റ്റായി പോകാറുണ്ട്. പക്ഷേ ഈ ആൻറ്റിക്കിൻ്റെ ബീഡ് എനിക്ക് ഒരെണ്ണം പോലും ഇതുവരെ വേസ്റ്റായി പോകേണ്ട അവസ്ഥ വന്നിട്ടില്ല കേട്ടോ. എന്നിട്ട് താഴേക്ക് ഞാൻ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. ഞാനിപ്പോൾ താഴ്ഭാഗത്ത് ഈവനായിട്ട് തന്നെ കൊടുക്കുവാണ് കേട്ടോ. നമ്മൾ ആ റെഫറൻസ് പിക്കിൽ കയറി ഇറങ്ങിയുള്ളൊരു ഡിസൈനായിരുന്നു. പക്ഷേ ഇതിനകത്തിൽ ഞാൻ ഈവനായിട്ട് തന്നെ കൊടുക്കുവാണ് കേട്ടോ. അങ്ങനെ താഴെ വരെ വരുന്നിടം വരെ നമ്മളത് ചെയ്ത് കൊടുത്തിട്ട് വൈറ്റ് പേളെടുത്ത് ലാസ്റ്റിൽ ലോക്ക് ചെയ്തെടുക്കുവാണ് കേട്ടോ. നെക്സ്റ്റ് ലെയറും അതേ രീതിയിൽ ചെയ്യുവാണ് കേട്ടോ. ഈ ഫ്രെയിമിൽ എന്താ പറയുക, നമുക്ക് 2 വട്ടം അഴിച്ചു ചെയ്യേണ്ടി വരും കേട്ടോ. ഇത് കറക്റ്റ് 14 ഇഞ്ച് ഞാൻ എടുത്തുകൊണ്ട് ഫ്രെയിമിന് വെളിയിൽ പോകുന്നുണ്ട് കേട്ടോ നമ്മുടെ വർക്ക്. അത് അഡ്ജസ്റ്റ് ചെയ്താണ് ഞാൻ ചെയ്യേണ്ടത്. ഞാൻ ചെസ്റ്റ് ഭാഗം ഫുള്ളും കവറായിരിക്കട്ടെ എന്ന് കരുതിയിട്ടാണ് കേട്ടോ അങ്ങനെ ഒത്തിരി നാളായിട്ട് ഇത് ചെയ്യണമെന്ന് ഉദ്ദേശിച്ചു. പക്ഷേ എന്താ പറയുക, ഈ മെറ്റീരിയലാണ് അത് ചെയ്യാനായിട്ട് യോഗം. നമുക്ക് കട്ട് ബീഡിലും ചെയ്യാം കേട്ടോ. ഇപ്പം എൻ്റെ കയ്യിൽ ഉള്ള ഷുഗർ ബീഡ് ആയതുകൊണ്ട് ഞാനങ്ങ് ചെയ്തതേ ഉള്ളൂ. അല്ലെങ്കിൽ കട്ട് ബീഡിലും നല്ല ഭംഗിയിൽ തന്നെ കിട്ടും കേട്ടോ. ഒരു സൈഡ് ഫുള്ള് കംപ്ലീറ്റ് ആക്കിയിട്ട് ഫ്രെയിം ഊരണ്ട കൊണ്ടാണ് കേട്ടോ ഞാൻ സെൻറ്ററിൽ നിന്ന് തന്നെ തുടങ്ങിയത്.
അല്ലായിരുന്നെങ്കിൽ നമുക്കൊരു സൈഡിൽ നിന്ന് ഒരു സൈഡിലേക്ക് കംപ്ലീറ്റ് ചെയ്തെടുക്കാമായിരുന്നു. അപ്പോൾ എനിക്കിത് ഒരു സൈഡ് ഇതിപ്പോൾ സെൻറ്ററിൽ നിന്ന് കംപ്ലീറ്റ് ചെയ്തിട്ട് വേണം ഒരു സൈഡ് കഴിയുമ്പോഴത്തേനും നമുക്ക് ഫ്രെയിം മുഴുവൻ ഒന്നുകൂടെ അഡ്ജസ്റ്റ് ചെയ്ത് ഫിറ്റ് ചെയ്യാനായിട്ട് കേട്ടോ. ഇത് കഴിഞ്ഞിട്ട് വേണം എനിക്ക് ഫ്രെയിം ഊരി ഒന്നുകൂടെ ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാൻ. ഇപ്പോൾ കണ്ടോ, ഫ്രെയിം ഊരി ജോയിൻറ്റ് ചെയ്തപ്പോൾ നമുക്കൊരു ചെറിയ വളവ് പോലെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് ഒരു വട്ടം ഫിറ്റ് ചെയ്തിട്ട് പിന്നെ ഇളക്കുമ്പോഴാണ് ഈ പ്രോബ്ലംസ് വരുന്നത്. അപ്പോൾ ഒരു വട്ടം തന്നെ മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇത് ഊരി ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചെറിയ വളവൊക്കെ നമ്മൾ ഈ ക്ലോത്ത് വലിച്ചു മുറുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഈ വളവ് ഫീലാവുന്നത്.
ഓൾമോസ്റ്റ് കഴിയാറായിട്ടോ. അപ്പോൾ ഇതാണ് ഹാൻഡ് വർക്ക് കഴിഞ്ഞിട്ടുള്ള ഒരു ലുക്ക്. ഇനി നമുക്ക് ഔട്ട്ലുക്ക് കണ്ടാലോ? വായോ. സ്റ്റിച്ചിങ്ങും കഴിഞ്ഞിട്ടുള്ള ഔട്ട്ലുക്കാണ് ഇത്. അപ്പോൾ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഒരു റിച്ച് ലുക്ക് തരുന്നൊരു ഹാൻഡ് വർക്ക് തന്നെയാണ് കേട്ടോ. അപ്പോൾ സ്ലീവിൽ ഞാൻ ചെറിയ ഒരു ഇലാസ്റ്റിക് സ്ലീവാണ് കേട്ടോ കൊടുത്തത്. ആദ്യമായിട്ടാണ് ഞാൻ അത് ട്രൈ ചെയ്യുന്നത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. 3/4 എനിക്ക് എന്തോ ഇഷ്ടപ്പെട്ടു ഇലാസ്റ്റിക്. പിന്നെ നമ്മൾ 2 വട്ടം ഫ്രെയിം ഊരി ഫിറ്റ് ചെയ്തുകൊണ്ടാണ് കേട്ടോ ആ ലാസ്റ്റിലെ 2 ഹാൻഡ് വർക്ക് കുറച്ച് വളഞ്ഞു പോയിട്ടുള്ളത്. അപ്പോൾ മാക്സിമം നിങ്ങൾ ചെയ്യുമ്പോഴത്തേനും അങ്ങനെ ചെയ്യാതിരിക്കുക. ഒറ്റ ഫ്രെയിമിൽ തന്നെ ഫുൾ ഹാൻഡ് വർക്ക് കംപ്ലീറ്റ് ആക്കി എടുക്കുക. അപ്പോൾ ഞാൻ ഉദ്ദേശിച്ച പോലെ ലുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ ക്ഷമിക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.